G7 ഉച്ചകോടിക്കിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയതാണ്. 16 മാസത്തിനു ശേഷമാണ് രണ്ടു നേതാക്കളും നേരിൽ കണ്ടത്. പുഞ്ചിരിയോടെ പരസ്പരം കൈകൊടുത്തും തോളിൽ തട്ടിയും ഇരുവരും സൗഹൃദം പുതുക്കി. ഉച്ചകോടിയുടെ ഔദ്യോഗിക സെഷൻ ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപായിരുന്നു കൂടിക്കാഴ്ച. ശരത്ലാലാണ് വിവരങ്ങളുമായി നമുക്കിപ്പം ഡൽഹിയിൽ നിന്നും ചേരുന്നത്. ശരത്ത്, ഗുഡ് മോർണിംഗ്. ഈ 16 മാസത്തെ ഇടവേളയ്ക്കു ശേഷം രണ്ട് നേതാക്കൾ കണ്ടുമുട്ടുന്നു. പതിവ് പോലെയുള്ളൊരു കെട്ടിപ്പിടുത്തം ഒന്നും ഇത്തവണ ഉണ്ടായില്ല. കഴിഞ്ഞ 16 മാസത്തിനിടയിൽ പലവിധമായ കാര്യങ്ങൾ ഉണ്ടായി അമേരിക്കയുടെ ഭാഗത്ത് നിന്ന്. അതിലൊക്കെയും ഈ നടപടികളിലും നിലപാടുകളിലുമൊക്കെ ഇന്ത്യക്ക് പ്രതിഷേധം അറിയിക്കേണ്ട സാഹചര്യവും ഉണ്ടായി. ഏറ്റവും ഒടുവിൽ പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ നാവികർക്ക് നേരെ ഉണ്ടായ US ആക്രമണത്തിൽ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്രതിഷേധം അറിയിച്ചതുമാണ്. ഇപ്പോൾ കൂടിക്കാഴ്ച എങ്ങനെയായിരുന്നു? സ്ഥിരീകരിക്കപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ശരത്? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. സേതുലക്ഷ്മി ഇപ്പോൾ വ്യക്തമാക്കിയ പോലെ 16 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സ്വന്തം ഫ്രണ്ട് ട്രംപുമായിട്ട് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നത്. ഷെയ്ക്ക് ഹാൻഡും ഒരു തട്ടലും മാത്രമാണ് ഈ തവണത്തെ കൂടിക്കാഴ്ചയിൽ, അല്ലെ ഈ ആദ്യം കണ്ടുമുട്ടിയപ്പോൾ ഉണ്ടായത് എന്ന് ലോകം സസൂക്ഷ്മം വീക്ഷിക്കുകയും ചെയ്തു. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, കെട്ടിപ്പിടുത്തമുണ്ടായില്ല. അതേസമയം ശരീരഭാഷ, ഇരു നേതാക്കളുടെയും ശരീരഭാഷയാണ് ഇന്ന് ലോകമാധ്യമങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിച്ചത്. ഏതായാലും ഒരു കാര്യം ഇന്ന് ഉറപ്പാണ്, ഇന്ന് വൈകിട്ട് ഇരുവരും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. G7 റൂമിൽ നിന്ന് ഇടവേളക്കുള്ള സമ്മേളനത്തിൻ്റെ ഇടവേള വൈകിട്ട്, ഇന്ത്യൻ സമയം വൈകിട്ട് 5 മണിയോടുകൂടി അല്ലെങ്കിൽ ആ സമയത്തോട് കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ചയിലായിരിക്കും പഹൽഗാമിൽ പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷം, അതിൽ വെടിനിർത്തൽ വെടിനിർത്തലിന് നിർബന്ധിച്ചത് താനാണെന്ന ട്രംപിൻ്റെ അവകാശവാദം, അതേപോലെ പശ്ചിമേഷ്യയിലെ ഇറാനുമായുള്ള യുദ്ധം, അതിനുശേഷം ഇന്ത്യൻ നാവികരെ അമേരിക്കൻ സൈന്യത്തിൻ്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളാണ് ഇരു നേതാക്കൾക്കും ഇടയിലുള്ളത്. എന്നാൽ ഈ 16 മാസവും ഇന്ത്യ ഒരു കാര്യത്തിൽ വളരെ ശ്രദ്ധിച്ചിരുന്നു. ട്രംപിനെ പ്രകോപിപ്പിക്കാതെ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന നയതന്ത്രമാണ് നരേന്ദ്രമോദി സ്വീകരിച്ചത്. അതേസമയം തന്നെ ഇറാനെ തള്ളിപ്പറയാതെയും റഷ്യയെ തള്ളിപ്പറയാതെയും ചൈനയെ തള്ളിപ്പറയാതെയും മുന്നോട്ട് നീങ്ങുന്ന ഒരു സമീപനവും ഇന്ത്യ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എന്തായിരിക്കും ഇരു നേതാക്കൾ ഇന്ന് സംസാരിക്കുക എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ലോകത്തിലെ 40% സാമ്പത്തിക ശക്തികൾ, അതായത് GDP ഒത്തുകൂടുന്ന ഒരു സമ്മേളനമാണ് G7. അവിടെ വെച്ച് ഇരു നേതാക്കളും എന്തായിരിക്കും സംസാരിക്കുക, അത് ഇന്ത്യയെ സംബന്ധിച്ചോളം പ്രത്യേകിച്ചും ഇറക്കുമതി വളരെ നിർണായകമായ ചർച്ച നടക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ രാജ്യവും ലോകവും ഒക്കെ ഉറ്റുനോക്കുന്ന ദിവസവുമാണ് ഇന്ന്.